പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലും സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിലും ആശ്വാസ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലെ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ 8000 രൂപയിൽ 2 ഗഡുവായ 3200 രൂപ ഈ സാമ്പത്തിക വർഷവും, അതായത് 2024-25 വർഷവും, ശേഷിക്കുന്ന 3 ഗഡുവായ 4800 രൂപ അടുത്ത സാമ്പത്തിക വർഷവും, അതായത് 2025-26 വർഷത്തിൽ നൽകാനാണ് തീരുമാനം. കുടിശ്ശിക തീർക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷം 1700 കോടിയാണ് ചെലവഴിക്കുക. 2500 കോടി അടുത്ത സാമ്പത്തിക വർഷവും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം 2 ഗഡു DA/DR അനുവദിക്കുമെന്നതാണ് മറ്റൊരു പ്രഖ്യാപനം. 2021 ജനുവരി 1 മുതൽ 2024-25 സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കം വരെ 7 ഗഡു DA/DR ആണ് കുടിശ്ശികയായത്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയും സർക്കാർ ജീവനക്കാർക്ക് നൽകാനുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ സർക്കാർ ഉത്തരവ് പ്രത്യേകം പുറപ്പെടുവിക്കും. പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള 600 കോടിയുടെ കുടിശ്ശികയും ഈ വർഷം തന്നെ വിതരണം ചെയ്യും. കരാറുകാർക്ക് നൽകാനുള്ള 2500 കോടി രൂപയുടെ കുടിശ്ശിക 2025 മാർച്ച് 30-നുള്ളിൽ വിതരണം ചെയ്യും. കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനം മൂലം കേരളം നേരിട്ട അസാധാരണമായ പണഞ്ഞെരുക്കമാണ് ക്ഷേമ പെൻഷനിലും ക്ഷാമബത്ത, ഡിയർനസ് റിലീഫ് എന്നിവയുടെ വിതരണത്തിലും കുടിശ്ശിക വരാൻ ഇടയായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രത്യേക പ്രഖ്യാപനത്തിലായിരുന്നു ഇക്കാര്യം സൂചിപ്പിച്ചത്. നിലവിൽ 62 ലക്ഷം പേർക്കാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നത്. പെൻഷൻ തുക ഘട്ടം ഘട്ടമായി 1600 രൂപയായി ഉയർത്തി. ഇത് ഇനിയും വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.